പൂനൂരിലെ പുത്തൻ വാദങ്ങൾ. കാന്തപുരത്ത് പഠിക്കുന്നതിനിടെയാണ് 1951 പൂനൂരിലെ പ്രശസ്തമായ സുന്നി മുജാഹിദ് സംവാദം നടക്കുന്നത്. എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകളുടെ ചെറുപ്പകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു അത്. വാദപ്രതിവാദം, സംവാദം, ഖണ്ഡന പ്രസംഗം തുടങ്ങിയ പേരുകളിലാണ് ചോദ്യോത്തര ശൈലിയിലുള്ള ഇത്തരം ആദർശ വിശദീകരണ പരിപാടികൾ അറിയപ്പെട്ടിരുന്നത്. ഒരു വേള ഞങ്ങളുടെ ഓർമ്മകൾ വലുതായി തുടങ്ങിയത് തന്നെ ആ സംവാദത്തെയും അതിനെ ചുറ്റിപ്പറ്റി നടന്ന മറ്റനേകം സംഭവങ്ങളെയും സംബന്ധിച്ച അനുഭവങ്ങളിലൂടെയാണ് എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ഈ സംവാദം നടക്കുന്നതിന് മുന്നേ തന്നെ അതേക്കുറിച്ചുള്ള വിവാദങ്ങൾ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയും തോറും ആളുകളുടെ ആകാംക്ഷയും കൂടി വന്നു. അതിൻ്റെ അനുരണനങ്ങൾ പൂനൂരിലും പരിസരങ്ങളിലും കാണാമായിരുന്നു. നാലാൾ കൂടുന്നിടത്തൊക്കെ സംസാരം, സംവാദം തന്നെ. ഈ സംവാദത്തിലേക്ക് കാര്യങ്ങൾ രൂപപ്പെട്ടു വന്ന സാഹചര്യം കൂടി പറഞ്ഞാലേ പൂനൂരിൽ നടന്ന പരിപാടിയുടെ പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ. ഐക്യസംഘത്തിൻ്റെ മറയിൽ നിന്ന് മാറി മുജാഹിദ് സംഘടനകൾ കേരളത്തിൽ നേരിട്ട് വേരുറപ്പിക്കാൻ ശ്രമിച്ച കാലമായിരുന്നു 1940-കൾ. അവരുടെ ആശയങ്ങൾ അക്കാലത്ത് ശക്തമായി നേരിട്ട പണ്ഡിതനായിരുന്നു, ഖണ്ഡന പ്രസംഗങ്ങളിൽ വലിയ കഴിവുണ്ടായിരുന്ന റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ. ഇദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ഈ നിയോഗം ഏറ്റെടുത്തത് ദക്ഷിണ കേരളത്തിലെ ഓച്ചിറ സ്വദേശിയായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ആയിരുന്നു. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം മലബാറിലെത്തിയ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മലപ്പുറം ജില്ലയിലെ നെടിയുരിപ്പിൽ നടത്തിയ പ്രഭാഷണത്തോടെയാണ് മലബാറിലെ തൻ്റെ തേരോട്ടത്തിന് തുടക്കം കുറിച്ചത്. 1951 തുടക്കത്തിൽ കുന്ദമംഗലത്ത് നടത്തിയ ആദർശ പ്രഭാഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ മറ്റൊരു പ്രഭാഷണം. ഇത് കേൾക്കാൻ ഞങ്ങളുടെ നാട്ടിൽ നിന്നും ധാരാളം ആളുകൾ കുന്ദമംഗലത്തേക്ക് പോയിരുന്നു. പതി പ്രസംഗിച്ചു കൊണ്ടിരിക്കെ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് സദസ്സിൽ നിന്ന് ചിലർ വെല്ലുവിളിച്ചു. പൂനൂരിൽ കുടുംബ പേരുകളുള്ള ബാലുശ്ശേരി, നന്മണ്ടയിലെ ഭൂവുടമകളായ കൊല്ലങ്കണ്ടി മമ്മു, കലന്തൻകുട്ടി എന്നിവരായിരുന്നു ഈ വെല്ലുവിളി ഉയർത്തിയത്. ഇതേ വെല്ലുവിളിക്കാരുമായി വർഷങ്ങൾക്ക് ശേഷം കോളിക്കലിൽ മുദരിസായി ജോലി ചെയ്യുന്ന സമയത്ത് ബാലുശ്ശേരിക്കടുത്ത കപ്പുറത്ത് സുന്നികളെ പ്രതിനിധീകരിച്ച് എനിക്ക് സംവാദം നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതിനെയും അതുണ്ടാക്കിയ ഒച്ചപ്പാടുകളെയും വഴിയെ പറയാം. ഏതായാലും പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അപ്പോൾ തന്നെ വെല്ലുവിളി ഏറ്റെടുക്കുകയും പൂനൂരിലെ പൗരമുഖ്യനായ ആർ മരക്കാർ ഹാജിയുടെ മധ്യസ്ഥതയിൽ പതിമംഗലത്തെ KC ഹുസൈൻ സാഹിബിൻ്റെയും വീട്ടിൽ യോഗം ചേർന്ന് സംവാദത്തിനുള്ള വ്യവസ്ഥകൾ ആ രാത്രി തന്നെ തീരുമാനിക്കുകയും ചെയ്തു. വ്യവസ്ഥകളിൽ ഇരു കക്ഷികളും ഒപ്പിട്ട് അംഗീകരിച്ചു. 1951 മാർച്ച് 18 പൂനൂരിൽ വെച്ച് സംവാദം നടത്താനായിരുന്നു തീരുമാനം. അതിനുവേണ്ടി ആവേശത്തോടെ പൂനൂരുകാരെല്ലാം കാത്തിരുന്നു. ഇതിനിടയിലാണ് സംവാദം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ നൽകിയ പരസ്യത്തെ ചൊല്ലി ചില തർക്കങ്ങൾ ഉടലെടുത്തത്. സംവാദത്തിനു വേണ്ടി തയ്യാറാക്കിയ വ്യവസ്ഥകൾ മരക്കാർ ഹാജിയുടെ പേരിൽ ചന്ദ്രിക, പൗരശക്തി എന്നീ പത്രങ്ങളിലും ഹിദായത്തുൽ മുഅ്മിനീൻ മാസികയിലും പ്രസിദ്ധീകരിച്ചിരുന്നു. വിശദമായ വ്യവസ്ഥകളും സംവാദം നടക്കുന്ന സമയം, രീതി തുടങ്ങിയ കാര്യങ്ങളും വിശദീകരിക്കുന്ന പരസ്യം ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ സാക്ഷികൾ എന്നെഴുതിയിടത്ത് മധ്യസ്ഥന്മാർ എന്നച്ചടിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിവാദം തുടങ്ങിയത്. ഇതേ തുടർന്ന് സംവാദത്തിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ചുകൊണ്ട് പൗരശക്തിയിൽ കൊല്ലങ്കണ്ടി മമ്മു, കലന്തൻകുട്ടി എന്നിവരുടെ പേരിൽ മറ്റൊരു പരസ്യം വന്നു. ജനങ്ങൾക്ക് സത്യം അറിയാനുള്ള അവസരം നഷ്ടപ്പെടരുതെന്ന് കരുതി മരക്കാർ ഹാജി ചന്ദ്രികയിൽ വ്യവസ്ഥകൾ വീണ്ടും പരസ്യം ചെയ്യുകയും മുമ്പത്തെ പരസ്യത്തിൽ വന്ന മധ്യസ്ഥന്മാർ എന്ന പ്രയോഗം സാക്ഷികൾ എന്നാക്കി തിരുത്തി വായിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ രണ്ടാമത്തെ പരസ്യത്തിൽ മരക്കാർ ഹാജിയുടെ പേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പരസ്യത്തെയും മറുപക്ഷം തള്ളിക്കളഞ്ഞു. ഇതേ തുടർന്ന്
തൊട്ടടുത്ത ദിവസം മാർച്ച് 12 തന്നെ ആ മരക്കാർ ഹാജിയുടെ പേരിൽ വിശദമായ മറ്റൊരു പരസ്യം കൂടി ചന്ദ്രികയിലും പൗരശക്തിയിലും പ്രസിദ്ധീകരിച്ചു. പൗരശക്തിയിലും ഹിദായത്തുൽ മുഅ്മിനീൻ മാസികയിലും സാക്ഷികൾ എന്നു തന്നെ അടിച്ചു വന്ന പരസ്യം ചന്ദ്രികയിൽ മാത്രം മാറിയത് അവരുടെ തെറ്റാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ടായിരുന്നു ആ മൂന്നാമത്തെ പരസ്യം. നേരത്തെ തന്നെ ഓരോ കക്ഷിയുടെയും മധ്യസ്ഥന്റെയും കൈവശം സൂക്ഷിച്ചിട്ടുള്ള കരാറിന്റെ കോപ്പി സഹിതം മാർച്ച് 18 തന്നെ പൂനൂരിൽ ഹാജരാക്കണമെന്നും മരക്കാർ ഹാജി ആ പരസ്യത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതോടെ വിചിത്രമായ മറ്റൊരു വാദവുമായി മുജാഹിദുകൾ രംഗത്തെത്തി. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പേരിലും ഇതേ പരസ്യം പ്രസിദ്ധീകരിക്കണം എന്നായിരുന്നു ഇത്തവണത്തെ പുതിയ ആവശ്യം. സംവാദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പഴുതും നൽകരുത് എന്നതായിരുന്നു സുന്നികളുടെ തീരുമാനം. അതുപ്രകാരം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ചന്ദ്രികയിലും പൗരശക്തിയിലും പതിയുടെ പേരിലുള്ള പരസ്യം വന്നു. ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത വിധം മുജാഹിദുകളുടെ ഓരോ വ്യവസ്ഥയും അംഗീകരിച്ചതോടെ ഒടുവിൽ സംവാദത്തിന് തയ്യാറാണെന്നറിയിച്ചുകൊണ്ട് ഇതേ പത്രങ്ങളിൽ മുജാഹിദുകളായ നന്മണ്ടക്കാരുടെ പേരിലുള്ള പരസ്യവും വന്നു. പത്രപ്രസിദ്ധീകരണങ്ങൾ വളരെ ദുർലഭമായിരുന്ന അക്കാലത്ത് ഞങ്ങൾ സ്ഥിരമായി പത്രം കാത്തുനിന്നതും വായിച്ചു തുടങ്ങിയതും ഈ പരസ്യങ്ങൾ കാണാൻ വേണ്ടിയായിരുന്നു. 5 പൈസയായിരുന്നു ഒരു പത്രത്തിൻ്റെ വില. പൊതുവെ കോൺഗ്രസിന് മേൽക്കോയ്മയുണ്ടായിരുന്ന പൂനൂരിലും പരിസര പ്രദേശങ്ങളിലും ചന്ദ്രികക്ക് കാര്യമായ വരിക്കാരൊന്നും അക്കാലത്തുണ്ടായിരുന്നില്ല. അവേരത്തെ വീട്ടിൽ അന്ന് ചന്ദ്രിക വന്നിരുന്നു. എന്നാൽ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്തിരുന്ന സായിപ്പന്മാർ മുഖേനയാണ് പൗരശക്തി നാട്ടിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ എസ്റ്റേറ്റിൽ സാമാന്യം മെച്ചപ്പെട്ട തസ്തികകളിൽ ജോലി ചെയ്തിരുന്നവരും അവരുമായി സൗഹൃദം പുലർത്തിയിരുന്നവരും പൗരശക്തിയുടെ വരിക്കാരായിരുന്നു. മരക്കാർ ഹാജിയുടെ വീട്ടിൽ നിന്നാണ് ആ പത്രം ആദ്യമായി കണ്ടത്. 2ാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ തുടങ്ങിയ പത്രമാണിതെന്ന് പിന്നീട് മനസ്സിലായി. കെ അബൂബക്കർ എന്നയാളായിരുന്നു അതിൻ്റെ പത്രാധിപർ. മലബാറിലെ മുസ്ലിം പോക്കറ്റുകളിലെല്ലാം ഈ പത്രം എത്തിയിരുന്നു. സമസ്തയുമായി അടുത്ത ബന്ധം പുലർത്തിപ്പോന്ന കോഴിക്കോട്ടെ ചില ഉമറാക്കൾ പൗരപ്രമുഖർ ചേർന്ന് നടത്തിയ പ്രസിദ്ധീകരണമായിരുന്നു ഹിദായത്തുൽ മുഅ്മിനീൻ മാസിക. പിൽക്കാലത്ത് എൻ്റെ സഹപ്രവർത്തകനായിരുന്ന എലത്തൂർക്കാരൻ എൻ അഹമ്മദ് ഹാജി ആയിരുന്നു അതിൻ്റെ പത്രാധിപർ. ദർസിൽ നിന്ന് വീടുകളിൽ ഭക്ഷണത്തിന് പോയിരുന്ന വിദ്യാർത്ഥികൾ കൊണ്ടുവന്നിരുന്ന പത്രങ്ങളാണ് ഞങ്ങളന്ന് വായിച്ചിരുന്നത്. സാക്ഷികൾ എന്നത് മധ്യസ്ഥൻ എന്ന് തെറ്റായി അച്ചടിച്ചു വന്നത് ചന്ദ്രികയിൽ മാത്രമായിരുന്നല്ലോ. ചന്ദ്രികയിൽ ഉള്ളവർ മനഃപൂർവ്വം വരുത്തിയ പിഴവാണതെന്ന നിലക്കുള്ള തർക്കങ്ങളും അന്നുണ്ടായിരുന്നു. ഇതേക്കുറിച്ച് പൂനൂരിൽ നിന്ന് ധാരാളം ആളുകൾ ചന്ദ്രികയിലേക്ക് കത്തുകൾ എഴുതിയിരുന്നു. എന്നാൽ അപ്പോഴൊന്നും അതിനോട് പ്രതികരിക്കാതെ സംവാദം കഴിഞ്ഞ ശേഷം ആ പിശകിൽ ഉത്തരവാദിത്വമില്ല എന്നൊരറിയിപ്പ് ചന്ദ്രിക പ്രസിദ്ധീകരിച്ചു. അവേലത്ത് തങ്ങൾ, മരക്കാർ ഹാജി തുടങ്ങിയവർ പള്ളിയിലെ സ്ഥിരം സന്ദർശകരായതുകൊണ്ട് ഈ വിവാദങ്ങളുടെയും തർക്കങ്ങളുടെയുമെല്ലാം ചൂടും ചൂരും അതേ അളവിൽ ഞങ്ങളും അനുഭവിച്ചു. പൂനൂർ അങ്ങാടിയിലെ മരക്കാർ ഹാജിയുടെ പീടിക മുകളിലായിരുന്നു സംവാദവേദി. ഇശാ നിസ്കാര ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോഴേക്കും സദസ്സ് നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഇരുഭാഗത്തു നിന്നും 15 വീതം പ്രതിനിധികൾക്കും ഓരോ റിപ്പോർട്ടർമാർക്കും 2 വീതം മൈക്ക് ഓപ്പറേറ്റർമാർക്കും മാത്രമായിരുന്നു അകത്തേക്ക് പ്രവേശനം. ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ ലൗഡ് സ്പീക്കറുകൾ ഫിറ്റ് ചെയ്തിരുന്നു. ഏതാണ്ട് 1,00,000-ലധികം ആളുകൾ ആ സംവാദം കേൾക്കാൻ വന്നിട്ടുണ്ട്. ഒരു 10-20 പൂനൂർ ചന്ത ഒരുമിച്ച് നടക്കുന്നത് പോലുള്ള ആൾക്കൂട്ടവും ഉച്ചപ്പാടുകളും. അത്രയും വലിയൊരാൾക്കൂട്ടത്തെ ഞങ്ങൾ ആദ്യമായി കാണുകയാണ്. പല ഭാഗങ്ങളിൽ നിന്നും കാൽനടയായി ആളുകൾ കൂട്ടമായി വരുന്നത് ഞങ്ങൾ നോക്കി നിന്നു. ആ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായി ഞങ്ങളും സംവാദം കേട്ടു. സംഭവ ബഹുലമായിരുന്നു ആ രാത്രി. ഇരുപക്ഷത്തെയും പ്രമുഖരെല്ലാം വേദിയിൽ ഉണ്ടായിരുന്നു. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് പുറമെ കെ സ്വദഖത്തുള്ള മുസ്ലിയാർ, കെ അബൂബക്കർ മുസ്ലിയാർ, കാടേരി മുഹമ്മദ് മുസ്ലിയാർ, ഷിറാസി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവരായിരുന്നു സുന്നികളെ പ്രതിനിധീകരിച്ച് വേദിയിലെത്തിയത്. എങ്കിലും സുന്നികളുടെ ഭാഗത്തു നിന്ന്
പതിയും മുജാഹിദുകളുടെ പ്രതിനിധീകരിച്ച് എ അലവി മൗലവിയുമാണ് പ്രധാനമായും സംസാരിച്ചത്. പരിപാടി തുടങ്ങുകയാണ് എന്ന് അനൗൺസ്മെന്റ് ചെയ്തതും എ അലവി മൗലവി ചോദ്യം ചോദിച്ചു തുടങ്ങി. എന്നാൽ ചോദ്യം തുടങ്ങും മുമ്പ് സംവാദ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ശ്രോതാക്കളെ അറിയിക്കുകയും അതിനുശേഷം വ്യവസ്ഥ പ്രകാരം ചോദ്യം തുടങ്ങേണ്ടത് ആരാണോ അവർ ചോദിച്ചു തുടങ്ങട്ടെ എന്നും പതി അറിയിച്ചു. ഇത് മുജാഹിദുകൾ സ്വീകരിച്ചില്ല. സംവാദ വ്യവസ്ഥയിലെ വിശദാംശങ്ങൾ സംബന്ധിച്ച പത്രപരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവസാന നിമിഷം വരെ തർക്കിച്ച മുജാഹിദുകൾക്ക് വ്യവസ്ഥ പൊതുജന സമക്ഷം വായിക്കുന്നതിന് എന്താണ് തടസ്സമെന്ന് ചോദ്യം ഉയർന്നു. ചോദ്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ ഓരോ കൂട്ടരും തങ്ങളുടെ വാദങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കണം എന്ന പതിയുടെ ആവശ്യവും മുജാഹിദുകൾ കൂട്ടാക്കിയില്ല. തുടർന്ന് ഇസ്തിഗാസ ഷിർക്കോ ഹറാമോ എന്ന പതിയുടെ ചോദ്യത്തിനും മുജാഹിദുകൾക്ക് മറുപടിയുണ്ടായില്ല. മുമ്പ് കരുവാരക്കുണ്ടിൽ നടന്ന സംവാദത്തിൽ ഷിർക്കാണെന്നും വണ്ടൂരിലെ പരിപാടിയിൽ ഹറാം എന്നുമായിരുന്നു മുജാഹിദുകളുടെ വാദം. ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് വാദം എന്ന പതിയുടെ ചോദ്യം. എന്നാൽ കരുവാരക്കുണ്ടിലെയും വണ്ടൂരിലെയും വാദങ്ങളിലേക്ക് സംസാരം കൊണ്ടുപോകുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനേ സഹായിക്കൂ എന്നായിരുന്നു അലവി മൗലവിയുടെ വിചിത്രവാദം. ഏതായാലും സംവാദത്തിന്റെ വ്യവസ്ഥയെക്കുറിച്ച് വലിയ ആധി പ്രകടിപ്പിച്ച് മരക്കാർ ഹാജിയെ കൊണ്ടും പതിയെക്കൊണ്ടും നിരവധി തവണ പത്രപരസ്യങ്ങൾ ചെയ്യിപ്പിച്ചവർ തന്നെ വ്യവസ്ഥകൾ പരസ്യമായി ലംഘിക്കുന്നതാണ് പൂനൂരിൽ കണ്ടത്. ഇത് ദീർഘനേരത്തെ തർക്കങ്ങൾക്ക് വഴിവെച്ചു. ഏറ്റവും ചുരുങ്ങിയത് രണ്ട് കൂട്ടരുടെയും വാദങ്ങൾ എന്താണ് എന്ന് സദസ്സിൽ വെച്ച് പ്രഖ്യാപിക്കണം എന്നും തുടർ ദിവസങ്ങളിൽ സംവാദം തുടരണമെന്നും പതി പറഞ്ഞെങ്കിലും മറുവിഭാഗം സമ്മതിച്ചില്ല. നേരം പുലരാറായതോടെ യോഗം പിരിച്ചുവിട്ടതായി മധ്യസ്ഥന്മാർ അറിയിച്ചു. സ്ഥലത്തുണ്ടായിരുന്ന കൊയിലാണ്ടി SIയും ജനങ്ങളോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. പൂനൂർ പള്ളിയിൽ നിന്നും സുബഹിയും നിസ്കരിച്ചാണ് ഞങ്ങളന്ന് കാന്തപുരത്തേക്ക് തിരിച്ചു പോയത്. ജീവിതത്തിലെ ആദ്യത്തെ സംവാദ അനുഭവം എന്ന നിലയിൽ പൂനൂരിലെ ഈ സംവാദം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒന്നാണ്. ആദ്യം പരസ്യമായി വെല്ലുവിളിക്കുന്ന മുജാഹിദുകളുടെ സ്വഭാവം, അതിൽ നിന്നും രഹസ്യമായി പിന്മാറാൻ പിന്തുടരുന്ന രീതികൾ, അവസാനം സംവാദത്തിൽ എത്തുമ്പോൾ വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് ചർച്ചയെ എത്തിക്കാതിരിക്കാൻ കാണിക്കുന്ന കൗശലങ്ങൾ, പണക്കാരെയും പ്രമാണികളെയും അവരുടെ ആശ്രിതവത്സരെയും മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഭീഷണികൾ, ഇങ്ങനെ തുടങ്ങിയുള്ള മുജാഹിദുകളുടെ പ്രവർത്തന രീതികളെല്ലാം വളരെ ചെറുപ്പത്തിലെ അടുത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരനുഗ്രഹമായി എന്ന് വേണം കരുതാൻ. തുടക്കക്കാരനായ ഞാൻ ഇതെല്ലാം തെല്ലൊരു കൗതുകത്തോടെ കൂടിയാണ് കണ്ടത്. വിദ്യാർത്ഥിയായ ഒരു കേൾവിക്കാരനായാണ് പൂനൂരിലെ ഈ സംവാദത്തിൽ ഞാൻ പങ്കെടുത്തതെങ്കിലും എൻ്റെ പിൽക്കാല ജീവിതത്തിൽ ഈ സംവാദത്തിന് സവിശേഷമായ പ്രാധാന്യമുണ്ട്. പൂനൂരിലെ സംവാദത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മുജാഹിദ് നേതാക്കളെല്ലാം പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജിൽ ഒരുമിച്ചുകൂടി. അവിടെ നിന്നാണ് പൂനൂരിലേക്ക് വന്നത്. പുളിക്കൽ സ്വദേശിയായ കുടിക്കൽ മൊയ്തീൻ കുട്ടി ഹാജി എന്ന സമ്പന്നനായ മുജാഹിദുകാരൻ്റെ വണ്ടിയിലാണ് അവർ വന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ബീരാൻകുട്ടി ഹാജി ഐക്യസംഘത്തിൻ്റെ സഹകാരിയും കോൺഗ്രസ് നേതാവുമായിരുന്നു. സംവാദം കഴിഞ്ഞ് അവരെല്ലാം തിരിച്ചുപോയതും പുളിക്കലിലേക്കു തന്നെ. യാത്രാമധ്യയുള്ള സംസാരത്തിനിടെ ഞാൻ ആ തന്ത്രം സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ പൊട്ടിപ്പാളീസാകുമായിരുന്നു എന്ന് അലവി മൗലവി സഹപ്രവർത്തകരോട് പറഞ്ഞു. ഇത് കേട്ടതും മൊയ്തീൻ ഹാജി ചോദിച്ചു, അപ്പോൾ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടുമല്ല, തന്ത്രം കൊണ്ടാണ് ഇതൊക്കെ നേടിയത് അല്ലേ? മൗലവിമാർ സ്തബ്ധരായി. അങ്ങനെയെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനം വിടുകയാണെന്ന് പറഞ്ഞ് മൊയ്തീൻ കുട്ടി ഹാജി പുളിക്കലിൽ തിരിച്ചെത്തിയതോടെ മുജാഹിദ് പ്രസ്ഥാനം വിട്ടു. ഒരു കാലത്ത് സുന്നികൾക്ക് പ്രവേശനമില്ലാതിരുന്ന പുളിക്കലിൽ പിന്നീട് സുന്നികൾക്ക് വരാനും പ്രസംഗിക്കാനുമുള്ള വഴിയൊരുക്കിയത് മൊയ്തീൻ കുട്ടി ഹാജി ആയിരുന്നു. അങ്ങനെയാണ് EK ഹസൻ മുസ്ലിയാർ ആദ്യമായി പുളിക്കലിൽ പ്രസംഗിക്കുന്നത്. മുജാഹിദുകളുമായി ഞാൻ ദീർഘനേരം സംവാദം നടത്തിയ കോട്ടപ്പുറത്തെ പരിപാടിയുടെ പ്രധാന സംഘാടകരിൽ ഒരാളും മൊയ്തീൻ കുട്ടി ഹാജി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളും അതേ വഴി സ്വീകരിച്ചു. 1951 പൂനൂർ സംവാദത്തിൽ
സുന്നികൾ നേടിയ വിജയത്തിൻ്റെ ബാക്കി പത്രമായിരുന്നു മൊയ്തീൻ കുട്ടി ഹാജിയുടെ ഈ മാറ്റവും. അത് പിന്നീട് പുളിക്കലിലും കോട്ടപ്പുറത്തും സുന്നികൾക്ക് നേടിക്കൊടുത്ത സ്വീകാര്യതയും. വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്ന വിധത്തിൽ ചോദ്യം ചോദിക്കുന്ന പതിയുടെ ശൈലിയും ഏത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും തീരുമാനിച്ചുറപ്പിച്ച വ്യവസ്ഥകൾക്ക് അകത്തുനിന്ന് ചോദിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മാന്യതയും ഞങ്ങളെ ആകർഷിച്ചു. ഇരു കൂട്ടരുടെയും ശൈലികൾ ഇഴകേറി പരിശോധിക്കുന്ന ചില ചർച്ചകൾ പിന്നീട് മുതിർന്ന വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ദർസിൽ നടക്കുകയും ചെയ്തു. കൂട്ടം ചേർന്നിരുന്ന് അന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചിലർ ഓർമ്മയിൽ നിന്ന് പകർത്തിയെഴുതി. പിന്നീട് മരക്കാർ ഹാജിയിൽ നിന്ന് അവർ സംവാദത്തിൻ്റെ റിപ്പോർട്ട് വാങ്ങി ഒത്തുനോക്കി ശരിപ്പെടുത്തുകയും ചെയ്തു. വഹാബികളുടെ വിവിധ കാലങ്ങളിലെ വൈരുദ്ധ്യങ്ങളും മറ്റു ക്രമപ്രകാരം രേഖപ്പെടുത്തിയ ഒരു നോട്ട് ബുക്ക് ചെറുപ്പത്തിലേ എനിക്കുണ്ടായിരുന്നു. അവരിറക്കിയ പുസ്തകങ്ങളിലെയും സംവാദങ്ങളിൽ അവരുടെ നേതാക്കൾ നടത്തിയ പ്രസംഗങ്ങളിലെയും മറുപടികളിലെയും ഉദ്ധരണികളായിരുന്നു ആ നോട്ട് ബുക്കിൽ ഏറെയും ഉണ്ടായിരുന്നത്. ഓരോ സംവാദം കഴിയുമ്പോഴും പുസ്തകം വായിക്കുമ്പോഴും ആ നോട്ട് ബുക്കിൽ എഴുതി ചേർക്കും. പൂനൂർ സംവാദം മുതൽക്കുള്ള നോട്ടുകൾ അതിൽ ഉണ്ടായിരുന്നു. ഓരോ പരിപാടി കഴിയുമ്പോഴും കൂടുതൽ പേജുകൾ തുന്നിച്ചേർത്ത് നോട്ട് പുസ്തകം വലുതാക്കും. പിന്നീട് സംവാദങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ എളുപ്പമാക്കാൻ ഈ നോട്ട് ബുക്ക് എന്നെ ഏറെ സഹായിച്ചിട്ടുണ്ട്. ആ പുസ്തകം പലരും കടം വാങ്ങിക്കൊണ്ടുപോകാറുണ്ടായിരുന്നു. എൻ്റെ ദർസിലെ വിദ്യാർത്ഥികൾ ഒഴിവു സമയങ്ങളിലും ഞാൻ സ്ഥലത്തില്ലാത്ത അവസരങ്ങളിലും ആ നോട്ട് ബുക്ക് വായിച്ച് അവരുടേതായ നോട്ടുകൾ തയ്യാറാക്കി. ചിലർ അതിന് വിശദീകരണങ്ങൾ എഴുതി വിപുലപ്പെടുത്തി. എത്രയോ സംവാദങ്ങളിൽ എത്രയോ ആളുകൾ ആ പുസ്തകം ഉപയോഗപ്പെടുത്തിയെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് താനായിരുന്നുവെന്ന് എൻ്റെ ആദ്യ ശിഷ്യന്മാരിൽ ഒരാൾ കൂടിയായ AP മുഹമ്മദ് മുസ്ലിയാർ പറയാറുണ്ടായിരുന്നു. ആ നോട്ട് ബുക്ക് നോക്കിയാണ് പല സംശയങ്ങളും തീർത്തതെന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. കാലക്രമേണ ആ പുസ്തകം എവിടെയോ നഷ്ടപ്പെട്ടു.